ഹലോ എവരി വൺ, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണ് എത്തിക്കൽ ഹാക്കിംഗ്, എന്താണ് സൈബർ സെക്യൂരിറ്റി, എന്തൊക്കെ ജോലിയാണ് സൈബർ സെക്യൂരിറ്റി വഴി കിട്ടുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, പിന്നെ കറൻ്റ്ലി സൈബർ സെക്യൂരിറ്റി ജോബ് സ്കിൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ ജോബ് അപ്ലൈ ചെയ്യാൻ ഉള്ള ലെവൽ എങ്ങനെ നമുക്ക് എത്താൻ പറ്റുമെന്ന് കൂടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയും. എല്ലാവർക്കും പൊതുവേ ഉള്ള ഡൗട്ടാണ് എന്താണ് സൈബർ സെക്യൂരിറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സൈബർ സെക്യൂരിറ്റി ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ കോഴ്സാണ് നമുക്ക് വേണ്ടത്, ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ സ്കിൽസാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കാണുക. എന്താണ് സൈബർ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും കംപ്ലീറ്റ് ഡേറ്റാസും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും എല്ലാം ഇൻ്റർനെറ്റിലുണ്ട്. പെട്ടെന്ന് ഈ ഒരു ഡേറ്റാസ് എല്ലാം ഒരു എക്സ്റ്റേണലി ഒരു അറ്റാക്കറിൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ആ അറ്റാക്കറിന് അത് നമ്മുടെ ഡേറ്റാസൊക്കെ മിസ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ഈ സൈബർ സെക്യൂരിറ്റി വഴി പറ്റും. അടുത്തതായി ഡിഫറെൻറ്റ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സൈബർ സെക്യൂരിറ്റി വഴി എന്തൊക്കെ റോൾസാണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി റെഡ് ടീമിംഗ്, രണ്ടാമതായി ബ്ലൂ ടീമിംഗ്, മൂന്നാമതായി പർപ്പിൾ ടീമിംഗ്. എന്താണ് റെഡ് ടീം, എന്താണ് ബ്ലൂ ടീം, എന്താണ് പർപ്പിൾ ടീം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി റെഡ് ടീമിംഗ് സെക്യൂരിറ്റി ഓർ ഒഫൻസീവ് സെക്യൂരിറ്റി. എന്താണ് റെഡ് ടീം സെക്യൂരിറ്റി എന്ന് നമുക്ക് നോക്കാം. സിസ്റ്റമാറ്റിക്കലി ഐഡൻറ്റിഫൈ ദ അറ്റാക്കിംഗ് പാത്ത് ആൻഡ് പാസസ് ത്രൂ ദ റിയൽ വെൽ അറ്റാക്ക് ടെക്നിക്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സിസ്റ്റമാറ്റിക്കൽ എന്ന് വെച്ചാൽ ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന പാത്തിൽ കൂടെ ട്രാവൽ ചെയ്തിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ ടെക്നിക്സാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വിവരം കൊടുക്കുന്നതാണ് ഈ റെഡ് ടീമിംഗ് സെക്യൂരിറ്റിയുടെ ജോലി. അപ്പോൾ ഈ ഒരു ജോലിക്ക് നമ്മൾ വേണ്ട സർട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ OSCPയും CEHഉം അങ്ങനെയുള്ള കോഴ്സുകളാണ് നമുക്ക് വേണ്ടത്. ഈ CEH എല്ലാ ബിഗിനേഴ്സിൻ്റെ കയ്യിൽ വേണ്ട ഒരു കോഴ്സാണ് CEH. അത് അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോഴ്സാണ്. ഈ OSCP ഇമ്പോർട്ടൻ്റ് കോഴ്സാണ്. അതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു സീനിയർ ലെവലിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ OSCP പഠിച്ചിരിക്കണം. OSCP നമുക്ക് വേണമെങ്കിൽ CEH ജോലിക്ക് കയറിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ OSCP പഠിക്കാം. അതിനായി നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പെനിട്രേഷൻ ടെസ്റ്റിംഗ്, ക്ലൗഡ് ടെസ്റ്റിംഗ്, നെറ്റ്വർക്ക് ടെസ്റ്റിംഗ്, ആപ്ലിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇതൊക്കെയാണ് നമ്മൾ റെഡ് ടീമിംഗ് സെക്യൂരിറ്റി ഓർ ഒഫൻസീവ് സെക്യൂരിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ. അടുത്തതായി ബ്ലൂ ടീം ഓർ ഡിഫൻസീവ് സെക്യൂരിറ്റി. അപ്പോൾ ബ്ലൂ ടീം എന്താണെന്ന് നമുക്ക് നോക്കിയാൽ ദേ പ്രൊവൈഡ് ദ ഗൈഡൻസ് ടു സെക്യൂരിറ്റി ടീം ഹു മെയിൻറ്റെയിൻ ആൻഡ് മോണിറ്റർ ദ സൈബർ സെക്യൂരിറ്റി സിസ്റ്റം. എന്ന് വെച്ചാൽ ഇവരുടെ മെയിനായിട്ടുള്ള ജോലി എന്ന് വെച്ചാൽ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഒരു കമ്പനിയിലാണെങ്കിൽ അവിടുത്തെ സിസ്റ്റം മൊത്തം ഇവർ ഗൈഡൻസ് ചെയ്ത് അവിടുത്തെ സെക്യൂരിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് മോണിറ്റർ ചെയ്യേണ്ടതാണ് ഇവരുടെ ജോലി. എന്നിട്ട് മോണിറ്റർ ചെയ്തതിന് ശേഷം അതിനുള്ള റിസൾട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇവരുടെ ജോലി. അപ്പോൾ ഈ ഒരു ജോലിക്ക് വേണ്ടി നമുക്ക് വേണ്ട സർട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കോമ്പിറ്റ സെക്യൂരിറ്റി, CISSP, CIXA എക്സെട്ര അങ്ങനെയുള്ള കോഴ്സുകളാണ് നമുക്ക് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത്. ഇതിൽ കോമ്പിറ്റ സെക്യൂരിറ്റിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു സർട്ടിഫിക്കേഷൻ. അപ്പോൾ അത് കോമൺലി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കോഴ്സാണ് കോമ്പിറ്റ സെക്യൂരിറ്റി. ഈ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ്ലി വെച്ച് അലേർട്ടായി നിൽക്കേണ്ട ഒരു ജോബാണ്. ഇൻസിഡൻറ്റ് സെക്യൂരിറ്റിയാണ് നമുക്ക് വേണ്ടത്. അടുത്തതായി പർപ്പിൾ ടീമിംഗ്. എന്താണ് പർപ്പിൾ ടീമിംഗ്? പർപ്പിൾ ടീമിംഗ് എന്ന് പറഞ്ഞാൽ ഒഫൻസീവും ഡിഫൻസീവ് സൈഡും നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ട് സൈഡിലും വർക്ക് ചെയ്യേണ്ട ഒരു ജോബാണ് പർപ്പിൾ ടീമിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ പർപ്പിൾ ടീമിൽ ജോബിൽ കയറുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒഫൻസീവ് വർക്ക് ചെയ്യണം, ചിലപ്പോൾ ഡിഫൻസീവ് വർക്ക് ചെയ്യണം, ചിലപ്പോൾ രണ്ടിലും നമ്മൾ വർക്ക് ചെയ്യേണ്ടത് വരും. അപ്പോൾ ഇതിന് വേണ്ട സർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ CEH മാത്രം മതി നമുക്ക് പർപ്പിൾ ടീമിംഗ് വർക്ക് ചെയ്യാൻ. CEH എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനറിന് കോമൺ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് CEH. ഇതുണ്ടെങ്കിൽ നമുക്ക് ഒഫൻസീവിലും ഡിഫൻസീവിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ 3 ടീമിനെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതായി നമുക്ക് എന്തൊക്കെ സ്കിൽസാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് നോക്കാം.
അടുത്തതായി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ സ്കില്ലാണ് നമുക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കാനും ജോലി ചെയ്യാനും ആവശ്യമായ സ്കിൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായി ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ്. നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ പറ്റിയും നെറ്റ്വർക്കിനെ പറ്റിയും ഒരു കോമൺ ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ബേസിക് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് രണ്ടിനെ പറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമതായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ ആൻഡ് സൈബർ സെക്യൂരിറ്റി ടെർമിനോളജി. ഈ മൂന്നിനെ പറ്റി നമുക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. മൂന്നാമതായി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് വേണം. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യുക, അവിടെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻസിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് അവരെ പ്രോബ്ലത്തിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ച് സെറ്റാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ മേളിൽ പറഞ്ഞ കാര്യം കോമൺ ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് മേളിൽ പറഞ്ഞേക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അടുത്തതായി ഡിഗ്രി എന്ന് ചോദിച്ചാൽ നോൺ മാൻഡറ്ററി ആണ്. പക്ഷേ വലിയ ജോലികൾക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡിഗ്രി അവർ ചോദിച്ചേക്കാം. പക്ഷേ ഡിഗ്രി അത്ര മാൻഡറ്ററി അല്ല, ഡിഗ്രിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ വലിയ ജോലികളിൽ കയറണമെങ്കിൽ നമുക്ക് ചില കമ്പനികളിൽ ഡിഗ്രി ചോദിച്ചേക്കാം. ചില കമ്പനികളിൽ ഇപ്പോൾ കയറിക്കഴിഞ്ഞാൽ ഒരു കമ്പനി കയറിക്കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത വലിയൊരു കമ്പനി കയറണമെങ്കിൽ ചില എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് മതി, ഡിഗ്രിയുടെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും സൈബർ സെക്യൂരിറ്റി എന്തൊക്കെ കോഴ്സ് നമ്മൾ പഠിക്കണം, അവിടെ എന്തൊക്കെ ജോലിയാണ് ഉള്ളത്, എന്തൊക്കെ അഡ്വാൻറ്റേജ് അതിലൂടെ ഉണ്ട്, പിന്നെ എന്തൊക്കെ സ്കിൽസാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ എന്തൊരു ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ അടുത്ത പാർട്ട് വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.